നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ക്രിസ്മസ് വിശേഷങ്ങളും സംഗീതത്തിൻ്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അൽഫോൺസ് ജോസഫ് സാറാണ്. സർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ക്രിസ്മസിനെ വെൽക്കം ചെയ്യാനായിട്ട് ഇവർ റെഡിയാണ്. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് തൊപ്പി, ക്രിസ്മസ് ആക്സസറീസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സോ യു ആർ ഓൾ സെറ്റ് ടു വെൽക്കം ക്രിസ്മസ്, റൈറ്റ്? കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനായിട്ട് ഞങ്ങൾക്കൊരു മ്യൂസിക് സ്കൂളുണ്ട്, ക്രോസ് റോഡ് സ്കൂൾ ഓഫ് മ്യൂസിക്. ഞങ്ങളൊരു 7-8 ഈവൻറ്റുകൾ പല പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ കൊയേഴ്സ് ഉണ്ട്, 2 കൊയർ. ഒന്ന് കുഞ്ഞു കുട്ടികളുടെ കൊയർ, പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ. അപ്പോൾ ഈ 2 കൊയറും കണ്ടിന്യൂസ്ലി ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെയാണ് എല്ലാം വെക്കുന്നത്. ലൈക്ക് സാറിൻ്റെ ഈ കുഞ്ഞുനാൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ കാരൽ നൈറ്റ്സ് അല്ലേ, അത് മറന്നിട്ട് നമുക്കൊരു ക്രിസ്മസ് ഇല്ല. പ്ലം കേക്ക്, കാരൽ നൈറ്റ്സ് ആൻഡ് സാന്റ. സോ ചേർച്ചിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലെയൊക്കെ കാരൽ നൈറ്റ്സും ക്രിസ്മസും? തീർച്ചയായിട്ടും ഞാൻ പള്ളിയിൽ കൊയറിലുണ്ടായിരുന്നു. അപ്പച്ചൻ കൊയർ മാസ്റ്ററായിരുന്നു. എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കൊയറിലുണ്ട്, എൻ്റെ കസിൻസൊക്കെ കൊയറിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കുറേ പാട്ടുകളും ഈവൻ പാട്ട് കമ്പോസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പാഠങ്ങൾ പോലും അപ്പച്ചനും എൻ്റെ ഇളയപ്പനും പള്ളിക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ എന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് എനിക്ക് അതിനുള്ളൊരു ഐഡിയാസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നത്. പിന്നെ തീർച്ചയായിട്ടും പള്ളിയിൽ നമുക്കറിയാം ക്രിസ്മസിൻ്റെ ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ ഒരുക്കം, പാതിര കുർബാന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്നും ഓർക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയായിരുന്നു പണ്ടൊക്കെ വീടുകളിൽ കരോൾ പാടി പോവാറൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എൻ്റെ തീരെ കുഞ്ഞിലെ എൻ്റെ ഓർമ്മ ഉള്ള സമയത്ത് വലിയ റാന്തൽ വിളക്കും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് പല പല വീടുകളിൽ ചെന്ന് കരോളൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രോസ് റോഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറിൽ ലുലു മോളിലൊക്കെ വെച്ചിട്ട് ഒരു വലിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം ഉണ്ടായിരുന്നു. ആണോ? യെസ്. ക്രോസ് റോഡിന്റെ ഇപ്പോൾ ഒരു ജേർണി എവിടെയാണ് എത്തി നിൽക്കുന്നത് സർ? ക്രോസ് റോഡ്സ് ശരിക്കും അതിൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷനിലേക്കാണ് പതുക്കെ പതുക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്തൊരു ഒരു സാധാരണ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഈവനിങ്ങിൽ വന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് പഠിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആരംഭിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ ഉള്ളൊരു വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് വെറുമൊരു എന്നാ പറഞ്ഞൊരു ഹോബി എന്നുള്ള രീതിയിൽ മാത്രം ഇടാതെ അതിനകത്തുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കുട്ടികൾക്ക് കണ്ടെത്താനും അതിലേക്ക് അവർക്ക് എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ പഠിപ്പിക്കാനുള്ള. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾ അക്രോസ് കേരള അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടൊക്കെ എടുത്ത് നോക്കിയാലും ഒത്തിരി മ്യൂസിക് കോളേജസ് ഉണ്ട്, മ്യൂസിക് സ്കൂളുകളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് എത്ര പെർസെൻറ്റേജാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്? അപ്പം അതിനൊരു ഒരു ഗ്യാപ്പുണ്ട് അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിർബന്ധമായിട്ട് വരേണ്ടതാണ് ഇൻഡസ്ട്രി അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. ടെക്നോളജി, മ്യൂസിക് ടെക്നോളജി അറിയണം. വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ എലമെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ സിനിമ എടുത്ത് നോക്കിയാൽ പോലും സിനിമയിലെ മ്യൂസിക്കിനകത്ത് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓരോ മ്യൂസിക്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്. അതുകൊണ്ട് ഒരു വർക്ക് വരുന്ന സമയത്ത് ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നു, ഡയറക്ടർ വന്ന് കേൾക്കുന്നു. അപ്പോൾ അവർക്കൊരു മിനിമലൈസ്ഡ് ആയിട്ടുള്ളൊരു പാട്ടിൻ്റെ എല്ലാ എലമെൻറ്റ്സ് അവർക്ക് കേൾക്കാൻ പറ്റും. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോ ഹയർ ചെയ്ത്. അപ്പം ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും സ്വന്തമായിട്ട് വീടുകളിൽ തന്നെ ചെറിയ ചെറിയ സെറ്റപ്പും കാര്യങ്ങളും. അപ്പോൾ ഈ കുട്ടികൾക്ക് ടെക്നോളജി അറിയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ മ്യൂസിക്കിൻ്റെ ഇൻഡെപ്ത് നോളജും ആവശ്യമാണ്. അപ്പോൾ ഈ മ്യൂസിക് ടെക്നോളജി അറിയുന്നവർക്ക് മ്യൂസിക്കിൻ്റെ നോളജിൽ ചിലപ്പോൾ ഇച്ചിരി ഡെപ്ത് കുറവുണ്ട്. മ്യൂസിക്കിൽ നല്ല ഡെപ്ത് ഉള്ള ആൾക്കാർക്ക് ടെക്നോളജി അറിയത്തില്ല. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത പടിയായിട്ട് ഞങ്ങളൊരു ഡിപ്ലോമ ലെവലിലുള്ളൊരു കോഴ്സ് 18 മന്ത്സിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 3-4 വർഷത്തോളമായി അത് തുടങ്ങിയിട്ട്. അത് വളരെ മനോഹരമായിട്ട് പോകുന്നു. ഒത്തിരി കോഴ്സ് പഠിച്ചിറങ്ങിയവർ പല മേഖലകളിൽ ജോലിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിൻ്റെ മേഖലയിൽ തന്നെ ചിലർ സൗണ്ട് എഞ്ചിനീയറായിട്ട്, ചിലർ പെർഫോമേഴ്സായിട്ട് പോയിട്ടുണ്ട്. കുറേ പേരൊക്കെ കമ്പോസിങ്, മ്യൂസിക് പ്രൊഡക്ഷൻ ലെവലിലേക്ക് പോന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കിൻ്റെ ഒരു എൻസെമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻഡിവിജ്വലി ഉള്ളൊരു ഇത് മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് നമ്മളെങ്ങനെ പ്രവർത്തിക്കണം. അത് ബാൻഡാവാം, കോറൽ സിംഗിങ് ആകാം, ഒരു ഓർക്കസ്ട്രൽ ഗ്രൂപ്പ് ആവാം, വയലിൻസും ഇതെല്ലാം കൂടിയിട്ടുള്ള, അങ്ങനെ എന്ത് രീതിയിലുള്ള എൻസെമ്പിൾ ആകാം.
ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഒരു അടുത്ത ലെവലിലേക്ക് ഗ്രോത്തിന് അത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള കാൽവെപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഒരു ഡിഗ്രി ലെവലിലൊക്കെ. പിന്നെ നമുക്ക് കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവൈലബിൾ ആയിട്ട്. അത് മാറി നമുക്ക് വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ ഡിഗ്രി ലെവലിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വേണം. മ്യൂസിക് ടെക്നോളജി ഡിഗ്രി ലെവലിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വേണം. ഇതിനൊക്കെ വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള ഇതുകൾ നടക്കുന്നു. അപ്പോൾ ഈ നാളുകളിലൊക്കെയും അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അവരുടെ മ്യൂസിക് കരിക്കുലം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടീമിൽ 4 അംഗ കമ്മിറ്റിയിൽ ഒരാളായിട്ട് ഞാനിപ്പം മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുള്ളൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തനതായ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരണമല്ലോ പല കാര്യങ്ങളും. അപ്പോൾ അത് പറയുവാനും സജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇപ്പോൾ ഒരു ഓപ്പണിംഗ് നമുക്ക് കിട്ടി. അപ്പോൾ ഇപ്പം പല യൂണിവേഴ്സിറ്റീസ് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഡിസ്കഷന്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അടുത്ത ഇപ്പോൾ 4 ഇയർ UG ആയല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പുതിയത് കൊണ്ടുവരണം. കാലടി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല യൂണിവേഴ്സിറ്റീസിലും ഒരു കരിക്കുലത്തിന്റെ ഭാഗമാക്കാനായിട്ട്. അതെ. അപ്പം നമുക്കൊരു ഇൻഡസ്ട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ന കാര്യങ്ങൾ അവിടെ വേണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് മ്യൂസിക് കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്ന് അവർക്ക് ആകെ കൂടെ ടീച്ചറാവാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. അതെ. അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചേരിക്ക് പോകാം എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് ഒരു അടുത്തൊരു ലോകം അറിയത്തില്ല. ഇന്ന് നമുക്കറിയാം മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എക്സ്പ്ലോറേഷൻ നടന്നിരിക്കുക. അതായത് നേരത്തെ കാസറ്റ് CD എന്നുള്ളത് മാറി ഇപ്പോൾ സ്ട്രീമിങ്ങിലേക്ക് വന്നു. സ്ട്രീമിങ്ങിലേക്ക് വന്നപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഡൈവേഴ്സായിട്ട് വേറെ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്നും അറിയാതെ കുട്ടികൾക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. കാലഘട്ടത്തിന്റെ മാറ്റത്തിനൊപ്പം മാറണം. അതെ. സാർ ഇപ്പം സാറിന്റെ ഒരു വിഷനായിട്ട് പറഞ്ഞത് അതായത് ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം സാറിന്റെ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് വീട്ടിൽ സാർ ഈവൻ ദോ വീട്ടിൽ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും മ്യൂസിക് ഒരു കരിയറാക്കി എടുക്കുന്നതിനോടൊരു താല്പര്യം വളരെ കുറവായിരുന്നു എന്നുള്ളത്. സോ സാറിന് ഏതൊരു പോയിന്റിലാണ് ദിസ് ഇസ് മൈ പ്രൊഫഷൻ, ഇതാണ് എൻ്റെ ലൈക്ക് ഉപജീവന മാർഗം എന്ന് തോന്നിയൊരു പോയിന്റ് ഏതാണ്? തീർച്ചയായിട്ടും ഞാൻ വീട്ടിലെങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വീട്ടുകാരെ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. BSc മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് MCA ചെയ്തു, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് 2 വർഷം ഒരു സോഫ്റ്റ്വെയർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു, അതിലത്ത് വർക്ക് ചെയ്തു. അസിസ്റ്റൻറ്റ് സിസ്റ്റംസ് മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്തു. പക്ഷേ ഉള്ളിൽ മ്യൂസിക് ഭയങ്കരമായിട്ട് അപ്പോഴും ഉള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പം ഞാനിങ്ങനെ സൈഡിൽ കൂടെ ചില അസിസ്റ്റൻസ് വർക്കുകൾ അതെല്ലാം ചെയ്യും, ഓർക്കസ്ട്രേഷൻ വർക്കുകൾ ചെയ്യും. അപ്പം ഒരു ടൈമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ വർക്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. കാരണം ജോലി ലേ ഓഫ് ആയിട്ട് കുറേ പേര് പുറത്തുനിന്നൊക്കെ തിരിച്ചു വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ജോലിയൊക്കെ പോയിട്ട്. അപ്പോൾ അത് പുതിയ ആൾക്കാർക്ക് ജോലിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. എല്ലാം നല്ല സീനിയർ മോസ്റ്റ് ആൾക്കാരാണ് തിരിച്ചു വരുന്നത്, അവരൊക്കെ ഇങ്ങനെ ജോലിക്ക് കയറുക. അപ്പോൾ എനിക്ക് ഇച്ചിരി സ്ട്രഗിളായി. കാര്യം പക്ഷേ അതേ സമയം തന്നെ എനിക്ക് മ്യൂസിക്കിൽ ഓപ്പർച്യൂണിറ്റി വരുന്നു, ഓർക്കസ്ട്രേഷൻ ചെയ്യാനും പുതിയ പാട്ടുകൾ കമ്പോസ് ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊരു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പം ഞാൻ എപ്പോഴും ഡിസിഷൻ എടുക്കുന്ന ഒരു സ്പിരിച്വൽ ഒരു ഗൈഡൻസോട് കൂടിയാണ്. അപ്പം അങ്ങനെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റി. ആ റൈറ്റ് ടൈമിൽ ആ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഞാനൊരു 3-4 ദിവസം മാറി നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സെക്കൻഡ് ഡേയിൽ എനിക്കൊരു കോൾ വരാം ദുബായിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവിടെ വെച്ച് തന്നെ തീരുമാനം എടുത്ത് അങ്ങോട്ട് പോകാം എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സിനാരിയോസ് വീണ്ടും മാറി. അവിടെ വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് പടത്തിൻ്റെ വെള്ളിത്തിര. അതെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിമിത്തം പോലെ ഇങ്ങനെ ഓരോരോ സമയങ്ങളിൽ കണക്ട് ചെയ്ത് തിരിച്ച് വീണ്ടും വരികയുണ്ടായത്. 2003 ഇത്ര വലിയൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിന് മുന്നേ മൂവിയുടെ ചെയ്തതായിട്ടുള്ള അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ആ ഒരു എന്തായിരുന്നു ഒരു ധൈര്യം ഉണ്ടായിരുന്നത്? ദാറ്റ്സ് വാട്ട് ലൈക്ക് അല്ല, അതായത് കാര്യം മൂവി ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് നല്ല പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഓർക്കസ്ട്രേഷനായിട്ടും ഒക്കെ. എസ്പെഷ്യലി ഞങ്ങൾക്കൊരു ഗോസ്പൽ മ്യൂസിക്, ഒരു കണ്ടംപററി ഗോസ്പൽ മ്യൂസിക് ബാൻഡുണ്ട്, റക്സ് ബാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
ഞങ്ങൾ ആ ഒരു 1995-89 മുതലുള്ള ആ സമയങ്ങളിലൊക്കെ ഞങ്ങളെല്ലാവരും ഒത്തിരി എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു ഫ്യൂഷൻ മ്യൂസിക്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടംപററി മ്യൂസിക് ഇത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടേതായ പല എക്സ്പെരിമെന്റ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു റാപ്പ് മ്യൂസിക്, അതുപോലെ തന്നെ ഹിപ്പ് ഹോപ്പ്, ഇതെല്ലാം അന്ന് ആളുകൾ അങ്ങനെ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ പക്ഷെ അതൊരു ഗോസ്പൽ മ്യൂസിക്കിന്റെ ഒരു ഏരിയയിൽ മാത്രമായിട്ട് പോയി, ഒരു പ്രൊഫഷണൽ ഒരു അങ്ങനത്തെ ഒരു സെക്യുലർ ഇതിലേക്ക് അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വെൻ ഇറ്റ് കെയിം ടു ഒരു ഫിലിം ഇതിൻ്റെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളത് അവിടെ ചെയ്ത എക്സ്പെരിമെന്റ്സിന്റെ പല കാര്യങ്ങളും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ദാറ്റ് ബിക്കെയിം ഒരു പുതിയൊരു സംഭവമായിട്ട്. സാറിന്റെ ആ പ്രോസസ്സിൽ ആ ബാൻഡ് അല്ലെങ്കിൽ ആ ടീം എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് അവരുടെ ഹെൽപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അതെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും, ഞാൻ ആ ബാൻഡിലേക്ക് വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, +2 എന്നുള്ളതിന് പകരം. അപ്പോൾ സ്കൂൾ കഴിഞ്ഞു പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെയുള്ളൊരു പ്രായത്തിലുള്ളവരാണ്. അപ്പോൾ അതിനകത്ത് റാപ്പ് മ്യൂസിക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളുണ്ട്, വെസ്റ്റേൺ ക്ലാസിക്കൽ ഇതുള്ള ആൾക്കാരുണ്ട്, ഞാനൊരു കർണാട്ടിക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കോളേജിൽ വെസ്റ്റേൺ ബാൻഡ് ഉണ്ടായിരുന്നു, റോക്ക് മ്യൂസിക് ഒക്കെ ആയിട്ട് കണക്ഷനുണ്ട്. ഭയങ്കര പ്രാന്തായിരുന്നു ഗിറ്റാർ ലീഡ് വായിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും വേറെ ഡിഫറെൻറ്റ് ജോണേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ പല പാട്ടുകൾ ഷെയർ ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഫ്യൂസ് ചെയ്ത് നോക്കിയാലോ, ഇങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു പ്രോഗ്രഷൻ വന്നാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ സ്റ്റീഫനും ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ആയി. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ഡിസ്കഷൻസും പുതിയ കാര്യങ്ങൾ എന്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനത്തെ ഒക്കെ അത് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെള്ളിത്തിരയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും അങ്ങനെ ഒരു മ്യൂസിക്കൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും വെള്ളിത്തിരയിൽ സ്റ്റീഫൻ എൻ്റെ കൂടെ കീബോർഡ് പ്രോഗ്രാമിങ്ങിനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഞ്ഞു പോലൊരു പെൺകുട്ടിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ റെക്സ് ബാൻഡിൽ പാടുന്ന അവിടുത്തെ ലിറിസിസ്റ്റും കൂടി ആയിട്ടുള്ള ഷെൽട്ടൻ പിനീറോ, അദ്ദേഹമാണ് എം ഐ ഡ്രീമിങ് എന്നുള്ള പാട്ട് എഴുതിയിരിക്കുന്നത്. അതുപോലെ മഞ്ഞു പോലൊരു പെൺകനവ് എന്ന് പറഞ്ഞ ജയേട്ടൻ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്. അതൊരു കുറേ മിക്സഡ് എന്താ പറയുക ജോണേഴ്സ് ഒരുമിച്ച് വരുന്നൊരു സോങ്ങാണ്, സിറ്റുവേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള. ആ പാട്ടിൽ ഒരു റാപ്പ് പോർഷൻ ഉണ്ട്, അത് ഷെൽട്ടനാണ് ചെയ്തത്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ പാട്ടുകളെല്ലാം ഇവർ കേൾപ്പിക്കും. അപ്പോൾ സജഷൻസ് ഒക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കറക്ഷൻസ് കിട്ടും, ചിലപ്പോൾ ഇങ്ങനെ നല്ലതായിരിക്കും. പിന്നെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മനോജ് സണ്ണി എന്നൊക്കെ പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓഡിയോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു മ്യൂസിക് ജേർണിയിൽ റെക്സ് ബാൻഡ് വളരെ ഒരു മേജർ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇനി നമ്മൾ സിനിമ മ്യൂസിക്കിലേക്ക് വരികയാണെങ്കിൽ ഒബ്വിയസ് ആയിട്ടും സാറ് ഒരുപാട് പാട്ടുകൾ, എല്ലാ ഇമോഷൻസും കൺവേ ചെയ്യുന്ന പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. ബിഗ് ബിയിലെ പോലെ അത്രയും സങ്കടമുള്ളത്, വിരഹം കൺവേ ചെയ്യുന്ന എല്ലാ ഇമോഷൻസിലും ഉള്ള പാട്ടുകൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടുകൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ലൈക്ക് ആ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഇമോഷനാണോ കൂടുതൽ വാല്യൂ കൊടുക്കുക, അതോ ആ സിറ്റുവേഷൻ ആണോ, എന്താണ് മുന്നിൽ വെച്ചിട്ടാണ് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ഇരിക്കുക? അതിങ്ങനെ എന്താ പറയുക, ഇറ്റ് ഡിപ്പെൻഡ്സ്. ലൈക്ക് ചില സമയത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ കഥ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിലൊരു പ്രചോദനം നമുക്ക് വരും, അല്ലെങ്കിൽ ഒരു സംതിങ് ഒരു പ്രോഗ്രഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെലഡി ലൈൻ്റെ ഒരു വൺ ലൈൻ ആകാം. ഇത് കഥ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ അത് ഫീൽ ചെയ്യും. ചില സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ 5 പാട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ 4 പാട്ടുകൾ ഉണ്ട് എന്ന് വെക്കുക. അപ്പോൾ ഈ കഥ പറയുന്ന സമയത്ത് ഓക്കെ ഇന്ന സിറ്റുവേഷനിലാണ് പാട്ട് വേണ്ടത് എന്ന് പറയുമ്പോൾ ലൈക്ക് അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക? അതായത് ഞാൻ മിക്കവാറും ആ സിറ്റുവേഷൻ കേട്ടതിന് ശേഷം പുതുതായിട്ട് കമ്പോസ് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. നേരത്തെ കമ്പോസ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അങ്ങനെ എടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൊരു ചില സമയങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെള്ളിത്തിരയിൽ തന്നെ ഹൃദയ സഖി എന്നുള്ള പാട്ട്, അത് നേരത്തെ ഞാൻ കമ്പോസ് ചെയ്തൊരു ട്യൂണാണ് ഞാൻ അവിടെ ദുബായിലുള്ള സമയത്ത്. അപ്പോൾ ഞാൻ ഈ സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ കറക്റ്റായിട്ട് അവിടെ സ്യൂട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് പാടി കേൾപ്പിച്ചു.
പാടി കേൾപ്പിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പറഞ്ഞു ഇത് ഡെഫിനറ്റ്ലി ഇത് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വരിയൊക്കെ എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേറൊരു മൂഡിലേക്ക് വന്നു. അപ്പം അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ ഡയറക്ടർ സിറ്റുവേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് കമ്പോസ് ചെയ്തിട്ടുള്ള ഇതുകളാണ് കൂടുതലും. അതെ അതെ അതെ. ഈ ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും ലൈക്ക് പറഞ്ഞിട്ടുള്ള അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിയേറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അൽഫോൺസ് സാറിന് ഇത്ര വർഷത്തിൽ കമ്പോസ് ചെയ്യാനിരിക്കുമ്പോഴാണെങ്കിലും ശരി, ആ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുമ്പോഴാണ് അതിനെ ഓക്കെ ഫൈൻ അതൊന്ന് ആ സ്പേസിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട്, ഇനി ഒന്നുകൂടെ ഇരിക്കാം എന്നുള്ളത് തോന്നുക? എനിക്ക് ഓരോ പ്രൊജക്റ്റും അതിൻ്റെതായ നമുക്കൊരു പുതിയത് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. കാര്യം വെള്ളിത്തിര കഴിഞ്ഞ് നമ്മൾ പിന്നെ ജലോത്സവം ചെയ്യുന്നു. ജലോത്സവത്തിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഇതാണ്, പ്യുവർ നമ്മുടെ നാടിൻ്റെ ഇതുകൾ വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ മഞ്ഞു പോലൊരു പെൺകുട്ടി, മഞ്ഞു പോലെ പെൺകുട്ടിയിൽ വന്നപ്പോൾ പറഞ്ഞാൽ പ്യുവർ ഒരു വെസ്റ്റേൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇതാണ് വേണ്ടത്. അങ്ങനെ ഓരോ പ്രൊജക്റ്റ് വരുമ്പോഴും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ എല്ലാം നമ്മളൊരു പുതിയ മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കണം. അപ്പോൾ പക്ഷേ മിക്കവാറും ഒരു കുറച്ച് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇതുകൾ വരാറുണ്ട്. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മഞ്ഞു പോലെ പെൺകുട്ടിയിൽ ഇതിലേ നീ എന്തേ വന്നില്ല, അപ്പോൾ ആ പാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ആ സമയത്ത് വെള്ളിത്തിര ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് വന്നു, പാട്ടുകൾ കമ്പോസ് ചെയ്തു. ഇപ്പോൾ ഒരു 2-3 മാസം ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ചു പോയി, വീണ്ടും ലീവ് എടുത്ത് വന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു. ആ സമയത്താണ് ഈ പ്രൊജക്റ്റുകളുടെ ഡിസ്കഷനും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ജലോത്സവം ചെയ്യുന്നു, ജലോത്സവത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു പോയി. അപ്പോഴാണ് കമൽ സാറ് വിളിക്കുന്നത്, മഞ്ഞു പോലൊരു പെൺകുട്ടിയുടെ. വീണ്ടും വന്നു, ആദ്യത്തെ കുറച്ച് പാട്ടുകൾ കമ്പോസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഈ പാട്ട് ഇതിന് പറ്റുന്ന ഒരു സാധനത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. പല ട്യൂണുകൾ ചെയ്തു, എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല, സാറിനും അത് ഒരു ഫൈനൽ ഇതിലേക്ക് ആവുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയമെടുത്തു ആ പാട്ടിലേക്ക് എത്താൻ. പക്ഷെ അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നല്ലൊരു ഇതിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയുണ്ട്, അങ്ങനെ ചില സമയങ്ങളുണ്ടാവും. ചില സമയത്ത് ചുമ്മാ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ട്യൂണുകൾ കിട്ടാറ്. അങ്ങനെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു പാട്ട് ഏതാ? നീ മണിമുകിലൊക്കെ നമ്മൾ അത്രയൊന്നും സമയം എടുക്കാതെ വന്നത്. പിന്നെ നീ മണിമുകിൽ ഓൾ ടൈം ഫേവറേറ്റ് ആണ്, ഓൾ ടൈം. ആൻഡ് നീ മണിമുകിൽ പറയുമ്പോഴാണ് ലൈക്ക് അത് പാടിയ ഒരാൾ അല്ലേ, അദ്ദേഹത്തെ റിപ്പീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആഗ്രഹം കൊണ്ട് വിളിച്ച് പാടിപ്പിച്ച 1-2 പേരിൽ ഒരാളാണ് അദ്ദേഹം എന്നുള്ളത്. ആ ഒരു കൊളാബറേഷൻ, അതിൻ്റെ ഒരു സുഖം അത് ഒന്ന് പറയൂ സർ. ജേട്ടനായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗറാണ്, ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. അതിലുപരി പേഴ്സണലി ഒരു കണക്ഷൻ ഉണ്ട്. എൻ്റെ ഇളയപ്പൻ്റെ നല്ലതായിട്ട് അറിയാം, അവർ തമ്മിൽ നല്ല പരിചയമാണ്. വെച്ചാൽ ഇളയപ്പൻ തൃശ്ശൂരിൽ ഒരു അറിയപ്പെടുന്ന മ്യൂസീഷ്യനാണ്. അപ്പം ഇളയപ്പൻ പറഞ്ഞു, എടാ ഞാനൊരു കാര്യം, ഞാൻ ജേട്ടന് ഞാൻ ലെറ്റർ തരാം, നീ ആ ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കണം. ഈ ലെറ്റർ ഞാൻ ജേട്ടന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ജേട്ടൻ അത് ഭയങ്കര ഒരു ഫീലായി. ജേട്ടൻ ശരിക്കും എന്താ പറയുക, സ്വന്തം ഒരു മോനെ പോലെ. ഞാൻ അവിടെ റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇച്ചിരി ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ആളെ കൊണ്ട് പാടിക്കാനായിട്ട്. പക്ഷേ ചേട്ടൻ ഭയങ്കര കാര്യമായിട്ട് എനിക്ക് പാടി തന്നു. അതുമാത്രമല്ല, ആ ഒരു പാട്ട് നീമണിമുകിലാടകൾ വീണ്ടും പാടേണ്ടതായിട്ട് വന്നു. ഡയറക്ടർക്ക് കുറച്ചും കൂടി ഇമോഷൻ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഫുൾ പാടി പോയ ആളാണ്, ആൾ വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും പാടി തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബന്ധം ഉണ്ടായിരുന്നു മാനസികമായിട്ട്. പിന്നെ അത് മാത്രമല്ല, ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ തന്നെ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, മൂത്ത ബ്രദറുണ്ട്. അപ്പം എങ്ങോട്ടാണ് മാഷേ? ദേവരാജൻ മാഷിൻ്റെ അടുത്തേക്ക് പോണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം, എനിക്ക് ആകൊരു വല്ലാത്തൊരു ഇമോഷനായി. അപ്പം താൻ അവിടെ പോയി മാഷിൻ്റെ നീ അനുഗ്രഹം മേടിക്കണം, അത് ഇതിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ എന്നിട്ട് എന്നെ കാറിൽ കയറ്റി അവിടെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ദേവരാജ മാഷ് ചില സമയത്ത് ദേഷ്യപ്പെടുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞപ്പോൾ
മാഷ് വന്ന് എന്നെ കൈവച്ച് അനുഗ്രഹിച്ചു, കുറേ നേരം സംസാരിച്ചു. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഈ വെള്ളിത്തിര പോലെ തന്നെ പ്രഷ്യസ് ആയിരിക്കണം ഫേസ് ഓഫ് ദി ഫേസ്ലെസ് അല്ലേ? നമ്മൾ മലയാളികൾക്കും ഭയങ്കര ഒരു അഭിമാനം തോന്നിയ നിമിഷമാണ്. കാരണം 94 പാട്ടുകൾ അല്ലെ, 94 സോങ്സില് നമ്മുടെ 2 പാട്ടുകൾ അല്ലേ? അത് വളരെ അഭിമാനം ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെ, നമ്മള് ഞാനത് ആ പടം ചെയ്യുന്ന സമയത്ത് യാതൊരു ഇതിങ്ങനെ അയക്കുന്നോ ഓസ്കറിന്റെ സെലക്ഷൻ ലിസ്റ്റിലേക്ക് അയക്കുന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഡയറക്ടർ അദ്ദേഹത്തിന് അത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനും ഇതിനൊക്കെ പോകണമെന്നുള്ളത്. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം അയക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തെ ചിന്തിച്ചിട്ടില്ല, അതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പം എങ്ങനെ ഇത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അദ്ദേഹം എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു, ഇതിനകത്ത് നോക്കൂ. ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ലേ, കാര്യം ഫുള്ള് ഡോക്യുമെൻറ്റേഷനാണ്. ഓരോ പാട്ടിനെ പറ്റിയിട്ടുള്ള ഇത് വേണം, മൂവി ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു ഫുൾ ലിസ്റ്റ് ഉണ്ടാക്കണം. പൊതുവെ ഇത് മൂവി നിങ്ങളല്ലോ പൊതുവെ ഇത് ചെയ്യാറ്, ഒരു ഏജൻസിക്ക് സാധാരണ ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് അങ്ങനെ ആ ലൈനിൽ പോകാനായിട്ടുള്ളൊരു സമയമോ സാവകാശമോ അല്ലെങ്കിൽ നല്ല എമൗണ്ടും ആവും അങ്ങനെ പോകണമെങ്കിൽ. അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന്, പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ US ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്ന ആ കമ്മിറ്റിയിലൊരു ലേഡിയുണ്ട്. അപ്പോൾ അവരായിട്ട് എന്നെ കണക്ട് ചെയ്തു. അവരെന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ഇത് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് പറയും. അപ്പം അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ പറയുക, ഇന്ന കാര്യങ്ങൾ ശരിയായിട്ടില്ല, ഒന്നും കൂടി ചെയ്യൂ. അങ്ങനെ കുറേ ഇതുകൾ അയക്കാനായിട്ടൊക്കെ കുറേ സപ്പോർട്ടിങ് ആയിരുന്നു. അങ്ങനെ അവസാനം ഫസ്റ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പടത്തിൻ്റെ പേര് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്കറിയാം നമ്മൾ മത്സരിക്കുന്നത് അതുപോലെയുള്ള ആളുകളായിട്ടാണല്ലോ. അപ്പം അടുത്ത ലെവലിലേക്ക് പോകുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് ഇതില് നോമിനേഷൻ വന്നു എന്നുള്ളത് ഇറ്റ് സെൽഫ് ഇസ് എന്താ പറയുന്നത്, വളരെ അഭിമാനവും വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ഒക്കെയുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ വേറൊരു ഇന്റർനാഷണൽ അവാർഡും കൂടി അതിന് കിട്ടി. ഊട്ട എന്ന് പറഞ്ഞ അമേരിക്കയിലെ അവിടുത്തെ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള മൂവീസ് എല്ലാം വന്നുള്ള അതിൽ ബെസ്റ്റ് സ്കോറിനും സോങ്സിനുള്ള അവാർഡ് കിട്ടി. Oh my good Lord. Congratulations. And sir, on that beautiful note, sir ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ഓക്കെ, ഞാൻ റീസെൻ്റ്ലി ചെയ്ത ഒരു പടത്തിലെ ഒരു പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നു. സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപർണ ബാലമുരളി അവർക്ക് അഭിനയിച്ചിട്ടുള്ളൊരു മൂവിയാണ്. ഞാനും സിത്താരയും കൂടിയാണ് ആ പാട്ട് പാടിയത്. അപ്പം ഞാൻ ആ സോങ് പാടാം. മായാമോഹമാരെ തേടി വരുമാദ്യമാ താനേ മാറുമേതോ നാളിലനുരാഗമാ ഹൃദയമേ പറയുമിന്നു നീയേ പതിവിലും മധുരതാളമോടെ പ്രിയമൊരു നിമിഷമേ കാണാ താരകങ്ങളിതിലെ മായാജാലമായി വെറുതെ ഓരോ വാക്കിലും എന്നുയിരിനു നീ തുണയായി മാറവേ നീ എൻ പാതിയായ നിഴലേ ചായം മൂടി നിന്നു പതിയെ ഓരോ നോക്കിലെന്നിലൊരു കോടി മഞ്ഞു നിറയെ മായാമോഹമാരെ തേടി വരുമാദ്യമാ താനേ മാറുമേതോ നാളിലനുരാഗമാ ഹൃദയമേ പറയുമിന്നു നീയേ പതിവിലും മധുരതാളമോടെ പ്രിയമൊരു നിമിഷമേ.
ഒരുപാട് സന്തോഷം അൽഫോൻസ് സർ. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ചോദിക്കാനായിട്ടുണ്ട്. സാറിന്റെ പാട്ടിന്റെ കാര്യങ്ങൾ തന്നെ ചോദിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് പറയാം, പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട്. ആൻഡ് ഈ ക്രിസ്മസ് മാത്രമല്ല, ഇനി ജീവിതത്തിൽ വരുന്ന എല്ലാ ക്രിസ്മസ് രാവുകളും എല്ലാ ദിവസങ്ങളും ഇതുപോലെ സംഗീതം പോലെ തന്നെ മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാറിനെ ഇനിയും മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രമല്ല, നല്ല ഒരു ഗായകനായിട്ടും ഞങ്ങൾക്ക് എന്നും കേട്ടുകൊണ്ടിരിക്കാൻ പാകത്തിനുള്ള സംഗീതം, പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ സാറിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ബഡിങ് ആയിട്ടുള്ള ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പം അവരെല്ലാവരും അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള മേഖലയിലേക്ക് ഉയർന്നു വരണം, അല്ലെങ്കിൽ കയറി വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ക്രോസ് റോഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും വി ആർ ദേർ ഓൾവേസ്. നമ്മുടെ ഒത്തിരി കുട്ടികൾ അതുപോലെ ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് അവർ എത്തണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ വിഷസും ക്രിസ്മസ് വിഷസും അറിയിക്കുകയാണ്.